സംഭവബഹുലവും അവിസ്മരണീയവുമായ ചരിത്രത്തിൻ്റെ ഏടുകളാണ് സാമ്രാജ്യങ്ങളുടെ ഉദയവും പതനവും. ആൾബലവും ആയുധശേഷിയും ശാക്തിക ചേരിയും മാത്രമല്ല സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങളെ സ്വാധീനിക്കുന്നത്. പഴുതടച്ച തയ്യാറെടുപ്പുകളും മികച്ച തന്ത്രങ്ങളും ചടുലമായ നീക്കങ്ങളുമാണ്. അതിലുപരിയായി അവ പ്രയോഗത്തിൽ വരുത്തുവാനുള്ള നിശ്ചയദാർഢ്യവുമാണ്. അങ്ങനെയുള്ള യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഭൂപടം തന്നെ മാറ്റിവരച്ച ശാക്തിക സമവാക്യങ്ങളിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തിയ ചരിത്രത്തിൻ്റെ വിധി നിർണയിച്ച രണ്ട് സാമ്രാജ്യങ്ങളുടെ ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും യുദ്ധതന്ത്രങ്ങളുടെയും നാൾ വഴികളിലേക്ക് നമുക്ക് ഒന്നിരിക്കാം. കിഴക്ക് അസർബൈജാൻ വരെ, പടിഞ്ഞാറ് ബോസ്നിയ വരെ, വടക്ക് ഹംഗറി വരെ, തെക്ക് ഗ്രീസ് വരെ, അങ്ങനെ യൂറോപ്പിലും ഏഷ്യയിലുമായി ഒരു സമുദ്രത്തിൻ്റെ വ്യത്യാസത്തിൽ വ്യാപിച്ച് കിടന്നിരുന്ന ഒട്ടോമൻ തുർക്കികളുടെ ഏഴാമത്തെ സുൽത്താനായി 1451 മുഹമ്മദ് രണ്ടാമൻ അധികാരമേറ്റു. പ്രവിശാലമായ ഭൂപ്രദേശങ്ങൾ രണ്ട് ഭൂഖണ്ഡങ്ങളിലായി വെട്ടിപ്പിടിച്ചിട്ടും സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടാൻ തുർക്കികളുടെ മുന്നിൽ ഒരു പ്രതിബന്ധം ബാക്കിയായിരുന്നു. അസ്തമിച്ച പുരാതന റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കിൻ്റെ ക്ഷയോന്മുഖമായ ബാക്കിപത്രം അതായിരുന്നു ബൈസേന്റിയൻ സാമ്രാജ്യം അഥവാ കിഴക്കിൻ്റെ റോമാ സാമ്രാജ്യം. ഭൂപ്രദേശങ്ങൾ ഓരോന്നായി തുർക്കികൾക്ക് മുമ്പിൽ നഷ്ടപ്പെട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന വെറും ഒരു തുറമുഖ നഗരത്തിലേക്ക് ചുരുങ്ങിപ്പോയിരുന്ന ആ മഹത്തായ കിഴക്കിൻ്റെ റോമിന് പക്ഷേ സാമ്രാജ്യം എന്ന സ്ഥാനവും ചക്രവർത്തി എന്ന പദവിയും അപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ലോകം അങ്ങനെയായിരുന്നു അവരെ പരിഗണിച്ചിരുന്നത്. അതിന് രാഷ്ട്രീയവും മതപരവും വാണിജ്യപരവുമായ കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും അതിൽ പ്രധാനം ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനത്തായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്തിരുന്നത്. കരയിലും കടലിലും വ്യാപിച്ചു കിടന്നിരുന്ന ബലിഷ്ഠമായ കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു ശക്തമായ നഗരം. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം കരിങ്കടലിലും സിൽക്ക് റൂട്ടിലും അതിലെ വ്യാപാരങ്ങളിലും അവരുടെ നിയന്ത്രണം ശക്തമായിരുന്നു. ഏഷ്യയിലെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന നഗരം എന്ന് സാംസ്കാരിക പ്രാധാന്യവും അവർക്കുണ്ടായിരുന്നു. അതിനാൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അധിപർ എന്ന നിലയിൽ ബൈസേന്റിയന്മാർക്ക് ഒരു സാമ്രാജ്യം എന്ന പദവി അപ്പോഴും ലോകം വകവെച്ചു കൊടുത്തിരുന്നു. ഈ ആനുകൂല്യങ്ങൾ ഒരുപോലെ അനുഗ്രഹവും വെല്ലുവിളിയും നിറഞ്ഞതായിരുന്നു. അതിനാൽ ആ നഗരത്തിൻ്റെ അത്ര തന്നെ പഴക്കം ഉണ്ടായിരുന്നു അതിനെതിരെ ഉണ്ടായിരുന്ന അക്രമങ്ങൾക്കും. എന്നാൽ ഈ അക്രമങ്ങൾ ഒന്നും തന്നെ പൂർണ്ണ വിജയങ്ങളിൽ എത്തിയിരുന്നില്ല. 1204 കുരിശ് യുദ്ധത്തിലെ പരാജയം മാറ്റി നിർത്തിയ അന്ന് മാത്രമാണ് അവരെ പൂർണ്ണമായി കീഴടക്കാനും ആ കോട്ട ഭേദിക്കാനും ശത്രുക്കൾക്ക് കഴിഞ്ഞത്. പിന്നീട് തിരിച്ചുപിടിച്ച സാമ്രാജ്യത്തിൻ്റെ കോട്ടകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും അന്നത്തെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ വർദ്ധിപ്പിച്ച് നിലനിൽപ്പിൻ്റെ സമരത്തിൽ ആ നഗരം അങ്ങനെ തല ഉയർത്തി നിന്നിരുന്നു. ഇന്നത്തെ തുർക്കിയിലെ അനറ്റോലിയയിൽ നിന്ന് ആരംഭിച്ച് സാമ്രാജ്യ വികസനത്തിൻ്റെ പാതയിൽ അതിവേഗം മുന്നേറിയ തുർക്കികൾ മറ്റെല്ലാ പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ഒരൊറ്റ ശക്തി കേന്ദ്രത്തിൻ്റെ ബലത്തിൽ ബൈസേന്റിയന്മാർ അർഹതയില്ലാതെ കൈവശം വെച്ച സാമ്രാജ്യം എന്ന അംഗീകാരം ഇല്ലാതാക്കാനും അവരുടെ അവകാശപ്പെട്ട ആ പദവി സ്വന്തമാക്കാനും അവരുടെ ഭൂപടത്തിലെ അവസാന എതിർ പ്രതിരോധമായ ആ നഗരരാജ്യം തകർക്കാനും ഒന്നിലേറെ തവണ പട നയിച്ചതാണ്. എന്നാൽ സർവ്വസന്നാഹങ്ങളുമായി നടത്തിയ ആ ഉപരോധങ്ങളെല്ലാം തന്നെ ബലിഷ്ഠമായ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഭിത്തികൾ ഭേദിക്കാൻ പോകുന്നതായിരുന്നില്ല.
അവസാനത്തെ ഉപരോധം തന്നെ മുഹമ്മദ് രണ്ടാമൻ്റെ പിതാവ് മുറാദിനെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഉപേക്ഷിക്കേണ്ടിയും വന്നു. ചുരുക്കത്തിൽ പുതിയ സുൽത്താൻ്റെ സ്ഥാനാരോഹണം നടന്നത് ഒട്ടോമൻസിൻ്റെ ഈ മോഹഭംഗത്തിലേക്കാണ്. വെറും 20 വയസ്സിനിടയിൽ രണ്ടാം തവണ സുൽത്താനായി അവരോധിക്കപ്പെട്ട ആ യുവ തുർക്കിക്ക് പക്ഷേ മനസ്സിൽ വ്യക്തമായ പദ്ധതികളും ഉറച്ച തീരുമാനങ്ങളും തൻ്റെ പൂർവ്വപിതാക്കൾക്ക് ഏറ്റ അപമാനത്തിൻ്റെ കറ മായ്ക്കും എന്ന ദൃഢപ്രതിജ്ഞയുമുണ്ടായിരുന്നു. 1444 ആത്മീയതയിലേക്ക് തിരിഞ്ഞ പിതാവ് മുറാദ് രണ്ടാമനിൽ നിന്ന് അധികാരം ആദ്യമായി ഏറ്റെടുത്തത് സുൽത്താന് വെറും 12 വയസ്സുള്ളപ്പോഴാണ്. എന്നാൽ ഹംഗേറിയന്മാർ സന്ധി ലംഘിച്ച് തുർക്കിയെ ആക്രമിക്കാനൊരുങ്ങിയപ്പോൾ ബാലനായ സുൽത്താൻ പിതാവിനോട് തിരിച്ചു വരാനും സുൽത്താനാകാനും ഒരു അപേക്ഷ നൽകി. എന്നാൽ താൽപ്പര്യം കാണിക്കാതിരുന്ന പിതാവിനോട് ഒരു ആജ്ഞ പോലെ അന്നത്തെ ബാലനായ സുൽത്താൻ പറഞ്ഞത് ഒട്ടോമൻ വൃത്താന്തങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളാണ് സുൽത്താനെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പടയെ നയിക്കുക, അതല്ല ഞാനാണ് സുൽത്താനെങ്കിൽ എൻ്റെ ആജ്ഞ അനുസരിച്ച് എൻ്റെ പടയെ നയിക്കുക. പുത്രൻ്റെ ശക്തമായ വാക്കുകളിൽ വശംവദനായ പിതാവ് തിരിച്ചു വരികയും യുദ്ധം നയിക്കുകയും ഹംഗേറിയന്മാരെ തുരുത്തി മരണം വരെ സുൽത്താനായി തുടരുകയും ചെയ്തു. മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ കിഴക്കേ അതിർത്തിയിലുള്ള അമാസിയ പട്ടണത്തിലെ ഗവർണറുടെ അടുത്തേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ ഈ നാടുകടത്തൽ പോലുള്ള ഒരു മാറ്റം ഒരു അവസരമായാണ് മുഹമ്മദ് രണ്ടാമൻ ഉപയോഗിച്ചത്. തൻ്റെ അറിവ് വർദ്ധിപ്പിക്കുകയും ശാസ്ത്രം, സാങ്കേതികത, ഭൂമിശാസ്ത്രം, ചരിത്രം, ഭാഷ, മതങ്ങൾ, അങ്ങനെ അന്ന് ലഭിക്കാവുന്ന ഒട്ടുമിക്ക എല്ലാ അറിവുകളും സ്വായത്തമാക്കാൻ ആ അസാമാന്യ വ്യക്തിത്വത്തിന് അധികം സമയം വേണ്ടി വന്നില്ല. അതെല്ലാം അദ്ദേഹം സ്വായത്തമാക്കിയത് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. 1451 പിതാവിൻ്റെ മരണശേഷം പൂർണ്ണ സുൽത്താനായി മാറിയ അദ്ദേഹം അപ്പോഴേക്കും തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഗൃഹപാഠം പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. അധികാരം ഏറ്റ ഉടൻ തന്നെ തൻ്റെയും ഒട്ടോമൻസിൻ്റെയും ആ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം ആരംഭിച്ചിരുന്നു. ഒരു നയതന്ത്രമായ നീക്കം എന്നോണം തൻ്റെ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ശത്രുക്കൾക്ക് താനൊരു ദുർബലനാണ് എന്ന പ്രതീതി ജനിപ്പിക്കുവാനുള്ള പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു. അതിനായി തൻ്റെ എതിരാളികൾക്ക് സമാധാന സന്ദേശങ്ങൾ അയക്കുകയും സന്ധികളിൽ ഏർപ്പെടുകയും അതിർത്തികളിൽ പ്രശ്നങ്ങൾക്ക് മുതിരാതിരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാജകൊട്ടാരത്തിലെ തൻ്റെ എതിരാളികൾക്ക് പോലും മന്ത്രിസഭയിലും സൈനിക നേതൃത്വത്തിലും മികച്ച പദവികൾ നൽകി അവരെയും സന്തോഷിപ്പിച്ചു. അതുവരെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രശ്നമുണ്ടാക്കിയിരുന്ന ബൈസീന്ത്യന്മാരുടെ ആശ്രിതനായിരുന്ന ഒട്ടോമൻ രാജകുമാരൻ ഒർഹാന് കപ്പം നൽകാനും അദ്ദേഹം ആ വേള തയ്യാറായി. എന്നാൽ ഇതെല്ലാം കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു. എല്ലാം തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട സമയത്തിന് വേണ്ടിയുള്ള ചില നയതന്ത്ര നീക്കങ്ങൾ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പട ഒരുങ്ങുന്നതേ ഉണ്ടായിരുന്നു. അതിനു മുന്നോടിയായി അതുവരെ ദുർബലമായിരുന്ന ഒട്ടോമൻ നാവിക സേനയെ അതിശക്തമാക്കുന്ന നടപടികളിലേക്ക് അദ്ദേഹം ഊന്നൽ നൽകി. വരാൻ പോകുന്ന കരയിലും കടലിലുമായ യുദ്ധത്തിൽ യുദ്ധക്കപ്പലുകളുടെ പ്രാധാന്യം മികച്ച ഭൗമശാസ്ത്രജ്ഞനായ അദ്ദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അടുത്തതായി തന്ത്രപരമായ ബോസ്ഫറസ് കടൽപ്പാതയുടെ ഏഷ്യയുടെ ഭാഗത്ത് മുമ്പ് തൻ്റെ മുത്തച്ഛൻ സ്ഥാപിച്ച കോട്ടയ്ക്ക് അഭിമുഖമായി കടലിന് കുറുകെ യൂറോപ്പിൻ്റെ ഭാഗത്ത് മറ്റൊരു കോട്ട കൂടി പണിയുകയായിരുന്നു. അതോടുകൂടി ആ വഴി പൂർണ്ണമായും തുർക്കികളുടെ നിയന്ത്രണത്തിലാവുകയും അവരുടെ അനുവാദമില്ലാതെ കരിങ്കടലിൽ നിന്നും മർമറ കടലിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിളിനെ ഉപരോധിക്കുമ്പോൾ സഹായ സേനകളുടെ കപ്പലുകൾക്ക് പ്രവേശനം നിഷേധിക്കുക എന്ന ഒരു തന്ത്രവും അതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു. പിന്നീട്
തൻ്റെ അതിശക്തമാക്കിയെടുത്ത കപ്പൽ പടയെ ഗ്രീസിൻ്റെ സമുദ്രാതിർത്തിയിലേക്ക് വിന്യസിച്ച് ഭാവിയിൽ ഗ്രീസിൽ നിന്നുണ്ടാകുന്ന ഏതുതരം ഭീഷണിയെയും ഇല്ലാതെയാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അടുത്ത ഘട്ടത്തിൽ ശത്രുവിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ കോട്ടയെ ഭേദിക്കാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുകയായിരുന്നു. ചാരന്മാർ വഴി ലഭിച്ച കോട്ടയുടെ മാതൃകകളിലൂടെ മികച്ച സാങ്കേതിക വിദഗ്ധനായ അദ്ദേഹം അതിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കുകയും അത് തകർക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ പീരങ്കികൾ അന്നത്തെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഉള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അന്ന് തന്നെ അതിശക്തമായിരുന്ന ജാനിസറികൾ അടങ്ങിയ ഒട്ടോമൻ സൈന്യത്തെ ഒന്നുകൂടി ആധുനികവൽക്കരിക്കാനും സുൽത്താൻ മറന്നില്ല. സുൽത്താൻ്റെ സമാധാന സന്ദേശങ്ങളിലും സന്ധി സംഭാഷണങ്ങളിലും ആശ്വസിച്ചിരുന്ന ബൈസേന്ത്യൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റിൻ 12 പക്ഷേ ബോസ്പറസിൽ കോട്ട പണിതതോടുകൂടി അപകടം മണത്തു. സുൽത്താൻ ഒരു ഉപരോധത്തിന് വട്ടം കൂട്ടുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനങ്ങൾക്ക് ഇത് അത്ര ഭീഷണിയായി ഒന്നും തോന്നിയില്ല. കാരണം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ശത്രുവിന് കഴിയില്ല എന്നും ആ പ്രതിരോധ സംവിധാനങ്ങളിൽ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അവർ വിശ്വസിച്ചു പോന്നിരുന്നു. പക്ഷേ ചക്രവർത്തി കോൺസ്റ്റാന്റിന് സുൽത്താൻ്റെ ശക്തിയെപ്പറ്റിയും തങ്ങളുടെ ദൗർബല്യങ്ങളെപ്പറ്റിയും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ശക്തമായ കോട്ട ഒന്നുകൊണ്ട് മാത്രം തൻ്റെ സൂക്ഷിച്ച സൈന്യത്തെ വെച്ച് ഒട്ടോമൻസിനെ തടയുക എന്നത് ആത്മഹത്യപരമാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ സൗഹൃദ രാജ്യങ്ങൾക്ക് സഹായ അഭ്യർത്ഥനയുമായി ദൂതന്മാരെ അയച്ചു. എന്നാൽ പ്രതികരണം തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു. കാരണം യൂറോപ്പ് അന്ന് പരസ്പര യുദ്ധങ്ങളുടെയും വൈരങ്ങളുടെയും അരങ്ങുവായുന്ന ഭൂമിയായിരുന്നു. പ്രധാന ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസും 100 വർഷത്തെ യുദ്ധം കഴിഞ്ഞ് ദുർബലമായ അവസ്ഥയിലായിരുന്നു. മതപരമായ ഭിന്നിപ്പും അവിശ്വാസവും അവരെ ഒരു കുടക്കീഴിൽ നിർത്താൻ അപര്യാപ്തമായിരുന്നു. പോപ്പിൻ്റെ സ്വാധീനമുള്ള രാജ്യങ്ങൾ ഈ മതപരമായ ഭിന്നിപ്പ് കാരണം നിസ്സംഗതമായി മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുമാത്രമായിരുന്നില്ല കാരണം 1204 കുരിശ് യുദ്ധത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ തകർക്കുകയും അവിടെ മനുഷ്യത്വരഹിതമായ നരനായാട്ട് നടത്തുകയും ചെയ്ത പോപ്പിൻ്റെ കീഴിലുള്ള ലാറ്റിൻ സൈന്യത്തിൻ്റെ ചെയ്തികളും ക്രൂരതകളും ബൈസേന്റിയനിലെ ജനങ്ങൾ മറന്നിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്നും ഒരു സഹായം സ്വീകരിക്കുക എന്നത് അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുമാത്രമല്ല, പൗരസ്ത്യ സഭ ഉൾക്കൊള്ളുന്ന ബൈസേന്റിയൻ സാമ്രാജ്യത്തിലെ സഭയ്ക്ക് പോപ്പിൻ്റെ പല നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇതെല്ലാം കൂടി കോൺസ്റ്റാന്റിൻ ചക്രവർത്തി സത്യത്തിൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലായി.